ഹായ് ഇത് ഞാനിന്ന് എണീറ്റ സമയമാണ്. എണീറ്റ് നോക്കിയപ്പോൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയേക്കാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. സമയം നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഉറങ്ങണാറിന് എന്നെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ച് രാവിലെ മെയിൻ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടു. പിന്നെ ഞാൻ ബാക്കിയുള്ള വാതിൽ തുറന്ന് പതുക്കെ പതുക്കെ നടന്ന് ഫ്രണ്ടിലത്തെ വാതിൽ അവിടെ ചെന്ന് തുറന്നിട്ട് അകത്തേറും. എന്നിട്ട് പിന്നെ അതകത്തുനിന്ന് പൂട്ടും. മാതാജി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫോൺ നോക്കിയിരുന്നെങ്കിൽ ഗെയിം കളിച്ചൊക്കെ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ചാർലി ചാപ്ലിൻ്റെ ബുക്ക് ഫുൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ ബുക്കിന് കുറച്ചും കൂടി വായിക്കാനുണ്ട്. കുറച്ച് കാണാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഫോണിൻ്റെ ചാർജ് ഇപ്പം തീരും. ക്രോം ബുക്ക് നോക്കിയപ്പോൾ അതിനകത്ത് ഒട്ടും ചാർജില്ല. പിന്നെ അതൊന്ന് കുത്തിയിട്ട് ഓടാക്കി എടുത്തു. ഓടായി വരുന്നവരെ കാത്തിരിക്കാൻ ആവശ്യമില്ല. എന്നാലും കാത്തിരുന്നല്ലേ പറ്റും. നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ചുകൂടി ചാർജ് കയറട്ടെന്ന് വിചാരിച്ചു വിട്ടു. എന്നാൽ കുറച്ച് ബുക്ക് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചു. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചത്തൂണ് കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും വൈകുന്നേരം ആയാലും ഇട്ടൊന്നും. പിന്നെ കുറച്ച് ചായയും നമ്മുടെ ഈ പോപ്കോൺ 2 കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ എപ്പോഴത്തെ പോലെ തന്നെ വിത്തൗട്ട് ആൻഡ് വെരി സിമ്പിൾ. ഈ പച്ചക്കളറുള്ള പാക്കറ്റിലെ പോപ്കോണിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മസാല പോലത്തെ സാധനം. ചായപ്പാനാണ് വെച്ചത്. പാൻ ചൂടൊക്കെ വെച്ചിട്ട് കുറേ നേരമായി. കത്തി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇച്ചിരി കത്തിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കത്തിയില്ല. പിന്നെ എങ്ങനെയോ എല്ലാം ശരിയായി വന്നു. പടപടേ ഷടപടേന്നായിരുന്നു എല്ലാം പൊട്ടിത്തെറിച്ച് ശരിയായി വന്നത്. പിന്നെ ഈ മസാല കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഫുള്ളൊരു പുകയായിരുന്നു. പിന്നെ ഞാൻ വെച്ചു മൊത്തം കത്തിപ്പോയിന്ന്. അപ്പോൾ ഇതുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. മൊത്തമില്ലെങ്കിലും ഭാഗികമായിട്ടൊരു വിധം എല്ലാം കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കഥയുടെ ബാക്കി വായിക്കാം. കുറച്ച് പോപ്കോണും തിന്നാം. മസാല കൂടെ ഇട്ടോടുകൂടിയാണ് കൂടുതലായിട്ടും കത്തിപ്പോയത്. എനിക്ക് നമ്മൾ വെളുത്തുള്ളിയുടെയൊക്കെ എന്തോ പൊടി അങ്ങനെ സാധനമൊക്കെ കണ്ടാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ പല്ലേക്കാൻ എടുക്കായിരുന്നു. ശരിയാ, പല്ലേക്കാനും മറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചു തുടങ്ങിയില്ലേ, പിന്നെ ഒരിക്കലാവാം, അല്ലേ നാളെ ആവാം. പിന്നെ കുറച്ച് ചായയും കൂടി കുടിച്ചു. ചൂട് ചായയും പോപ്കോണും. ഹായ് സുഭാഷ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.